നമസ്കാരം. ഇന്നേ ദിവസം പ്രശ്നം വച്ചപ്പോൾ കണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഈ കാര്യങ്ങൾ ശ്രദ്ധയോടെ തന്നെ കേട്ട് പറയുന്ന ആ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. ഇതിലൂടെ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. പ്രശ്നത്തിൽ കണ്ട ആ കാര്യങ്ങളിലേക്ക് കടക്കാം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ശ്രീകൃഷ്ണ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കുക. കാർത്തിക നക്ഷത്രക്കാരുടെ മനസ്സിലേക്ക് ചില വിഷമങ്ങൾ കടന്ന് വന്നിരിക്കുന്നതായ സമയമാണ്. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ ചെയ്യുവാൻ സാധിക്കാതെ വിഷമങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. കൂടാതെ ഈ സമയം ചില കാര്യങ്ങൾ നടക്കണം എന്ന് ആഗ്രഹിക്കുകയും അത് നീണ്ടു പോകുന്നതായ അവസ്ഥയും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. മാറ്റങ്ങൾ വന്നു ചേരുന്ന ആ സമയത്തിനും പ്രാധാന്യമുണ്ട്. ഓഗസ്റ്റ് 3 മുതൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വന്നു ചേരും. ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായി തീരും. അതിനാൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായ ഇത്രയും പ്രശ്നങ്ങൾക്ക് ചില മാറ്റങ്ങൾ, ചില കാര്യങ്ങളിൽ അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ ഒരു കാര്യം പ്രധാനമായി ഓർക്കുക, ഈ സമയം നിങ്ങൾ ഭഗവതിയെ ആരാധിക്കുന്നത് ശുഭകരമാണ്. അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിച്ചാൽ ഏറ്റവും വിശേഷം. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഒരു നാണയമെങ്കിലും തലയ്ക്കൊഴിഞ്ഞ് വയ്ക്കുവാൻ സാധിച്ചാൽ ശുഭമാണ്. അതിനാൽ ആ കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായ ചില ഞെരുക്കങ്ങളുണ്ട്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിഷമങ്ങൾ മനസ്സിലേക്ക് വന്നു ചേരുന്നു. വിചാരിച്ചതുപോലെ ഒന്നും മുന്നോട്ട് പോകാത്തതായ അവസ്ഥയും നിങ്ങൾക്കുണ്ട്. കൂടാതെ ഈ സമയം ചില രോഗദുരിതങ്ങൾ ബാധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില പ്രയാസങ്ങൾ കൂടി വന്നു ചേർന്നിരിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ഓഗസ്റ്റ് 3 മുതൽ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമായി വന്നു ചേരും. പ്രധാനമായും ചില മാറ്റങ്ങൾക്കുള്ള സാധ്യതകൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ സമയം സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. എന്നാൽ പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടത് പരമശിവനെ ഈ സമയം ആരാധിക്കുക എന്ന കാര്യമാണ്. ശിവമന്ത്രങ്ങൾ നിത്യവും ജപിക്കുക. സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിച്ചതിന് ശേഷം നെറ്റിയിൽ ഭസ്മക്കുറി അഥവാ വിഭൂതി അണിയുന്നതും ഏറ്റവും ശുഭകരമാണ്. കൂടാതെ ഈ സമയം മഹാമൃത്യുഞ്ജയ മന്ത്രവും പഞ്ചാക്ഷരി മന്ത്രവും ജപിക്കുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അഘോര പുഷ്പാഞ്ജലി നടത്തുന്നതും ശുഭകരമാണ്. ഈ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരെ കുറിച്ച് ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും പരാമർശിക്കാനായിട്ടുണ്ട്. പ്രശ്നവശാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില സൗഭാഗ്യങ്ങൾ വന്നു ചേരണം. എന്നിരുന്നാൽ പോലും അത് ചില തടസ്സങ്ങളാൽ ഒഴിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ കാര്യങ്ങൾ അർഹിച്ച അത്രയും അളവിൽ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നില്ല എന്നത് നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാകുന്നു. അതിനാൽ തന്നെ മനസ്സ് വല്ലാതെ മടുത്തിരിക്കുന്നതായ അവസ്ഥ, ചുറ്റും പലവിധ പ്രശ്നങ്ങൾ, കൂടാതെ മനസ്സിലേക്ക് തെറ്റായ രീതിയിലുള്ള ചില ചിന്തകൾ കടന്നു വരുന്നു. കൂടാതെ മനസ്സ് അസ്വസ്ഥമാകുന്നു. ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നതാകുന്നു. പ്രതീക്ഷിക്കുന്നതായ ആ ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ, അത് നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചിരിക്കുന്നു എന്ന് പറയാം. ഭാവിയെക്കുറിച്ച് ചില കാര്യങ്ങളിൽ ആശങ്ക നിങ്ങൾക്കുണ്ട്. പ്രശ്നവശാൽ ഇത്തരത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ ആ ദുരിതങ്ങളെ തരണം ചെയ്യുവാൻ ഈ സമയം ഭഗവതിയെ നിങ്ങൾ ആരാധിക്കുന്നത് ശുഭകരമാണ്. പ്രത്യേകിച്ചും കുടുംബക്ഷേത്രത്തിൽ ഈ സമയം ദർശനം നടത്തേണ്ടത് അനിവാര്യമാണ്. കർക്കിടകം കൂടിയാണ്. പ്രത്യേകിച്ചും നിങ്ങൾ ദർശനം നടത്തുവാൻ ശ്രമിക്കുക.
കുടുംബത്തിലെ ഒരു വ്യക്തിയെങ്കിലും ദർശനം നടത്തുന്നത് ആ കുടുംബത്തിൽ ഐശ്വര്യം ചെയ്യും. തന്നാൽ സാധിക്കുന്ന വഴിപാട് നടത്തുക, എണ്ണയെങ്കിലും നൽകുന്നത് ഏറ്റവും ശുഭമാണ്. കൂടാതെ ഈ സമയം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അടുത്ത് ശിവക്ഷേത്രമുണ്ട് എങ്കിൽ ശിവക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുക. ഭഗവാന് ധാര നടത്തുന്നത് ശുഭകരമാണ്. ആ വഴിപാട് കൂടി നടത്തി പ്രാർത്ഥിക്കുക. പഞ്ചാക്ഷരി മന്ത്രവും ഇഷ്ടദേവത മന്ത്രവും ജപിച്ച് മുന്നോട്ട് പോവുക. അത്തം നക്ഷത്രക്കാർക്ക് ചില കാര്യങ്ങളിൽ ചില കൺഫ്യൂഷൻസ് ഉണ്ട്, ആശങ്കകളുണ്ട്. എപ്രകാരം ചെയ്യണം? പലവിധ ഉപദേശങ്ങൾ ലഭിക്കുന്നതിനാൽ പലവിധ ആശങ്കകൾ മനസ്സിലുണ്ട്. കൂടാതെ ഈ സമയം ചെയ്യുന്നതായ പല കാര്യങ്ങളും പ്രതീക്ഷിച്ചതുപോലെ വരുന്നില്ല, അല്ലെങ്കിൽ അത്ര വിജയം നേടുന്നില്ല, അല്ലെങ്കിൽ സാമ്പത്തികപരമായി അല്പം പിന്നോട്ട് പോകുന്നു, കടം അല്പം വന്നു ചേരുന്നു, അഥവാ കടബാധ്യതകളുമായി ബന്ധപ്പെട്ട ചില മനോവിഷമങ്ങളുണ്ട്. പ്രതീക്ഷിച്ചതുപോലെ ആദായം ലഭിക്കാത്തതായ അവസ്ഥ, അത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന് പറയാം. അതിനാൽ തന്നെ നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാണ്. പല വ്യക്തികളുമായി അല്ലെങ്കിൽ വേണ്ടപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നു. ഇത് എപ്രകാരം തരണം ചെയ്യണം എന്നറിയാത്തതായ അല്ലെങ്കിൽ അത്തരത്തിൽ മനസ്സ് കുഴഞ്ഞിരിക്കുന്നതായ ഒരു അവസ്ഥയും നിങ്ങൾക്കുണ്ട്. പലരും സഹായിക്കാൻ വരികയും അവരിൽ നിന്നും പലവിധ തിരിച്ചടികളും നേരിട്ടിട്ടുള്ളവരാണ്. അതിനാൽ തന്നെ ഭാവിയിൽ പലരുമായി സഹകരിക്കാനുള്ള ഒരു വിഷമവും പേടിയും അഥവാ ഭയവും നിങ്ങളിലുണ്ട്. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓഗസ്റ്റ് 3 മുതൽ തന്നെ, അതായത് വാവിന് മുൻപ് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കാം. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ഈ പ്രശ്നങ്ങൾക്കുള്ള ചില പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. ചില മാറ്റങ്ങൾ കടന്നു വരാം. അതിനാൽ തന്നെ ഈ ദിവസങ്ങൾക്കിടയിൽ തന്നെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ആയുർ സൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നത് ശുഭകരമാണ്. പാൽപായസം നടത്തുവാൻ സാധിച്ചാൽ വിശേഷം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. വിഷ്ണു നാമങ്ങൾ ജപിക്കുക. ഇഷ്ടദേവത മന്ത്രങ്ങൾ കൂടി ജപിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. പല വ്യക്തികളും സഹായിക്കാൻ എന്ന വ്യാജേന നിങ്ങൾക്ക് തിരിച്ചടികൾ നൽകുന്നു. അല്ലെങ്കിൽ മറ്റു ചില വ്യക്തികൾ നിങ്ങളുമായി ബന്ധപ്പെടാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് മനഃപൂർവ്വം അവർ വിഷമങ്ങൾ സമ്മാനിക്കുന്നു. തന്മൂലം മനസ്സ് വളരെയധികം മടുത്തിരിക്കുന്നതായ അവസ്ഥ. പണം വിചാരിച്ചതുപോലെ കൈകളിലേക്ക് വന്നു ചേരുന്നില്ല. കൂടാതെ അനാവശ്യമായ ചിലവുകൾ വർദ്ധിക്കുന്നതിനാൽ പണം പല വഴിക്കാണ് പോകുന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്കുണ്ട്. അതിനാൽ തന്നെ മനസ്സ് അസ്വസ്ഥമാണ്. ചില രോഗദുരിതങ്ങൾ നിങ്ങളുമായി വേണ്ടപ്പെട്ടവർക്ക് പോലും വന്നു ചേർന്നിരിക്കുന്നതായ അവസ്ഥ, അല്ലെങ്കിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട പലവിധ ചിന്തകൾ. ഈ പ്രശ്നങ്ങൾക്കിടയിലും സാമ്പത്തികപരമായ ഞെരുക്കങ്ങളും കൂടാതെ കടം വാങ്ങുകയോ അല്ലെങ്കിൽ കടബാധ്യതകൾ അല്പം നിങ്ങളെ ബാധിച്ചിരിക്കുന്നതായ അവസ്ഥ. അതിനാൽ തന്നെ മനസ്സിന് വല്ലാത്ത ഒരു മടുപ്പോ അല്ലെങ്കിൽ വളരെയധികം വിഷമമോ ഉണ്ട്. അതിൽ ചില മാറ്റങ്ങൾ ഓഗസ്റ്റ് 3 മുതൽ വന്നു ചേരും. ഓഗസ്റ്റ് 3 മുതൽ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രകടമായി തുടങ്ങും. വന്നു ചേർന്നിരിക്കുന്നതായ സൗഭാഗ്യങ്ങളെ അത് ശരിയായ രീതിയിൽ തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഈ സമയം ഇഷ്ടദേവതയെ നിങ്ങൾ ഭജിക്കുന്നത് ഏറ്റവും ശുഭമാണ്. കൂടാതെ അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഭഗവതി ക്ഷേത്രത്തിലോ, അത് നിങ്ങളുടെ കുടുംബദേവതയാകാം, ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. എണ്ണ സമർപ്പിക്കുന്നതും തലയ്ക്കൊടിഞ്ഞ് ഒരു നാണയം സമർപ്പിക്കുന്നതും ശുഭകരമാണ്. രക്തപുഷ്പാഞ്ജലി കൂടി നടത്തി പ്രാർത്ഥിക്കുക. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്നതായ ആ പ്രശ്നങ്ങൾ പൂർണ്ണമായും ഒഴിയണം എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം തലയ്ക്കൊഴിഞ്ഞ് നാണയം നടയിൽ വയ്ക്കുക.
പുണർദം നക്ഷത്രക്കാരെയും ചില വിഷമങ്ങൾ ബാധിച്ചിരിക്കുന്നു എന്ന് പറയാം. സ്വയം ഉള്ള വിഷമങ്ങൾക്ക് പുറമെ നിങ്ങൾക്കൊപ്പമുള്ളവരുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കൂടി കേൾക്കേണ്ടതായ അവസ്ഥ, അതിനും പരിഹാരം കണ്ടെത്തേണ്ടതായ അവസ്ഥ, അല്ലെങ്കിൽ പല രീതിയിൽ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നു. പണം കൈകളിലേക്ക് വന്നു ചേരുന്നു, എന്നിരുന്നാൽ പോലും പണം കൈകളിൽ നിന്നും ചെലവായി പോകുന്നു, പണം കയ്യിൽ നിൽക്കുന്നില്ല, അഥവാ നിൽക്കേണ്ടതായ അവസ്ഥ പോലും പല കാരണങ്ങളാൽ ഒഴിഞ്ഞു പോകുന്നു. കൂടാതെ രോഗദുരിതങ്ങൾ ബാധിക്കുന്നു. അത് കുടുംബത്തിലുള്ള വ്യക്തികളുടെ ആകാം, അല്ലെങ്കിൽ പല വ്യക്തികളെയും ആകാം. വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് പലവിധ തിരിച്ചടികൾ. അത്തരത്തിൽ മനസ്സ് ആകെ അസ്വസ്ഥമാണ് എന്ന് പറയാം. അതിനാൽ തന്നെ ശരിയായ രീതിയിൽ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സാധിക്കാത്തതായ അവസ്ഥ, പണം ശരിയായ രീതിയിൽ തികയാത്തതായ അവസ്ഥ, അതിനാൽ കടം വാങ്ങേണ്ടതായി വരുന്നു. അതുമായി ബന്ധപ്പെട്ട ടെൻഷനുകൾ വേറെയുണ്ട്. കൂടാതെ ഈ സമയം ഒന്നിനു പുറകെ ഒന്നായി പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, അത് തരണം ചെയ്യുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. എന്നാൽ ശരിയായ രീതിയിൽ ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, ഓഗസ്റ്റ് 3 മുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. സമയം നിങ്ങൾക്ക് അനുകൂലമാണ്, എന്നിരുന്നാൽ പോലും ഈ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും അഥവാ നിങ്ങൾക്ക് വന്നു ചേരേണ്ട ആ സൗഭാഗ്യങ്ങളെ ശരിയായ രീതിയിൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കാത്തതായ സ്ഥിതിവിശേഷമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. അതിനാൽ അതെല്ലാം തരണം ചെയ്യുവാൻ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഭഗവാന് പാൽപായസം നടത്തുന്നത് ശുഭകരമാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ചെയ്യുക. നിത്യവും ഭഗവാന് തുളസിയില കാൽപാദത്തിൽ സമർപ്പിക്കുക. സാധിക്കുമെങ്കിൽ മാല ചാർത്തുക. മാല ചാർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, കാൽപാദം വരെ മുട്ടണം. ആ കാര്യം ശ്രദ്ധിക്കുക. അതല്ല എങ്കിൽ ഒരു തുളസിയില നൽകി പ്രാർത്ഥിക്കുക. നിത്യവും ഭജിക്കുക. ഇഷ്ടദേവതയെ ഭജിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും. ഓഗസ്റ്റ് 3 മുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. ഇപ്പോഴുള്ള ആ ശുഭകരമായ സമയത്തിലേക്ക് നിങ്ങൾ കടക്കും. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ, നിങ്ങളുടെ പരിചയക്കാരാണ് എങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുവാൻ ശ്രമിക്കുക. തീർച്ചയായും എവർക്കും ശുഭകരമായ ദിവസങ്ങൾ വന്ന് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.